ഇന്ന് ഞാനും എൻ്റെ ചങ്ങായിമാരും ഒരു പ്ലാൻ ഇല്ലാണ്ട് വന്ന സ്ഥലമാണ് ഈ ചിമ്നി ഡാം. തൃശ്ശൂർ ഇതുപോലത്തെ ഒരു അടിപൊളി ഡാമുള്ള കാര്യം ഞാൻ അവിടെ എത്തിയിട്ടാകുമ്പോൾ അറിയുന്നത്. എന്തായാലും സ്ഥലം കൊള്ളാം. എനിക്കവിടെ കണ്ടതിൽ കുറച്ചുകൂടി ഇഷ്ടമായത് ആ കൊട്ടവഞ്ചിയായിരുന്നു. നമുക്കതിൽ കയറണം എന്നുണ്ടായിനി, പക്ഷെ ചില കാരണം കൊണ്ട് അത് നടന്നിട്ട. നമ്മൾ പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിനി, അതുകൊണ്ടാണ് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ട് ഷൂ ഒന്നും ഇടാണ്ട് ഇങ്ങനെ നടക്കുന്നത്. മഴ വന്ന സമയമായതുകൊണ്ട് അവിടുത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും മഴ കുറഞ്ഞതുകൊണ്ട് കോട്ട കൂരിയെടുത്ത് അപ്പോൾ നല്ല ആശ്വാസമായി. ഞാനിങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ദൂരെ കൂടി ഒരു കൊട്ടവഞ്ചി തുഴഞ്ഞു വരുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ ഡാമിന്റെ മേലേക്ക് വലിഞ്ഞു കയറി. അവിടുന്ന് നോക്കുമ്പോഴും നല്ല അടിപൊളി വ്യൂ ആണ്. അവിടുന്ന് നമ്മൾ നേരെ താഴെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങി. എൻ്റെ ഒന്നിച്ചില്ല പിള്ളേരാണെങ്കിൽ ഇവിടെ ഇല്ല എക്കോൻ്റെ ഒന്നിച്ച് കളിക്കാണ്. ഇവർ രണ്ടാൾ എപ്പോഴും കീരിയമ്പാമ്പ് പോലെയാണ്. ഇവിടുത്തെ അലമ്പൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോന്ന് ഇതിന് നേരെ താഴെയിട്ട് പണ്ട് ഈ ഡാമിന്റെ പണിയെടുക്കുമ്പോണ്ടായ വണ്ടിയെല്ലാം ഒരു മൂലക്ക് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. കുറെ വണ്ടിയൊന്നും ഇല്ലെങ്കിലും 3-4 വണ്ടി ഉണ്ടായിന്. ബാക്കിയുള്ളത് ഇവിടുന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇതുപോലെ എന്ത് കണ്ടാലും ഇവർക്ക് അതിലേക്ക് വലിഞ്ഞു കയറണം, അതാണ് ഇവരുടെ ഒരു ഹോബി. ഇവിടുത്തെ വണ്ടിയൊക്കെ തുരുമ്പ് പിടിച്ച് ഒന്നിനും കൊള്ളാത്ത പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ബാക്കിലുണ്ടായ ബിൽഡിംഗ് ആണ്. പണ്ടത്തെ ഡാമിന്റെ പണിക്കാർ അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നാ തോന്നുന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രാധാന്യം പോലെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം കളയേണ്ടെന്ന് വിചാരിച്ച് ഡാമിനോട് വായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.